പഠന മികവിനും ജീവിത വിജയത്തിനും എന്തു ചെയ്യണം? കാര്യം നിസ്സാരം, പ്രശ്നം ഗുരുതരം എന്ന് പറഞ്ഞതുപോലെയാണ്. അത് പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാണ്, പക്ഷേ അത് ജീവിതത്തിൽ പകർത്താനാണ് പ്രയാസം. പക്ഷെ അത് ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായി പഠനത്തിൽ മികവ് പുലർത്താം, ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യാം. പഠനത്തിൽ മികവ് പുലർത്തണമെങ്കിൽ പ്രധാനമായും ചിട്ടയായ പഠനം, അതുപോലെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആക്കി പഠിക്കുക. ഇപ്പോൾ പാട്ട് ഇഷ്ടമുള്ളവർക്ക് പാട്ടാക്കി, കഥ ഇഷ്ടമുള്ളവർക്ക് കഥയാക്കി, അതുപോലെ നാടകം ഇഷ്ടമുള്ളവർക്ക് നാടകമാക്കിയൊക്കെ പഠിക്കാം. നമ്മളിലെ കഥാപാത്രം അഭിനയിക്കുന്നതൊക്കെ സങ്കല്പിച്ച് നമുക്ക് മനഃപ്പാഠമാക്കാൻ കഴിയും. അത് പണ്ട് ഞാൻ പഠിച്ച കാലത്ത് ഈ ചില മലയാള ഭാഗങ്ങളൊക്കെ ടീച്ചർ നാടകമായി കുട്ടികളെ കൊണ്ട് അഭിനയിപ്പിച്ച് ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ തങ്ങി നിൽക്കും. അതുപോലെ ഈ പട്ടികയൊക്കെ പഠിക്കുന്ന അവസരത്തിലാണെങ്കിൽ കുട്ടികളെ മരത്തിൻ്റെ ചുവട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ ഒരാൾ പട്ടിക ചൊല്ലിക്കൊടുക്കും, അത് മറ്റുള്ളവർ ഏറ്റ് ചൊല്ലും. അങ്ങനെ പല പ്രാവശ്യമായിട്ട് കേൾക്കുമ്പോൾ അത് മനഃപ്പാഠമാകുമായിരുന്നു. അതുപോലെ സന്തോഷത്തോടുകൂടി പഠിക്കാൻ കഴിഞ്ഞാൽ നമുക്കത് മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റും. അത് മനസ്സിൽ നന്നായിട്ട് ഉറച്ചു കഴിഞ്ഞാൽ ഭയം കൂടാതെ പരീക്ഷാ പേപ്പറിൽ എഴുതി വെക്കാനും ഉത്തരക്കടലാസിൽ എഴുതി വെക്കാനും സാധിക്കും. അതുപോലെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് ഒരു ചിട്ടയായ ജീവിതം വേണം. സന്തോഷത്തോടു കൂടി എപ്പോഴും ഇരിക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് വിജയം കൈവരിക്കാൻ. സന്തോഷമുള്ളവന് എവിടെയും സമ്പത്തുണ്ടെന്നാണ് പറയുന്നത്. ഈ കാലിൽ ചെരുപ്പണിഞ്ഞവന് ഭൂമി മുഴുവനും തോലിൽ പൊതിഞ്ഞ പോലെ അനുഭവപ്പെടും എന്ന് പറഞ്ഞ പോലെയാണ് എന്നാണ് സുഭാഷിത രത്നാകരത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ദേഹമാകുന്ന തേരിൽ ബുദ്ധിയാകുന്ന സൂതൻ്റെ സഹായത്തോടെ ഇന്ദ്രിയ അശ്വങ്ങളെ കെട്ടി മനസ്സാകുന്ന കടിഞ്ഞാൻ നിയന്ത്രിച്ച് ആനന്ദത്തോടെ സംസാരവീഥിയിൽ സഞ്ചരിക്കണമെന്നാണ് പറയുന്നത്. അതായത് മനസ്സിനെ നിയന്ത്രിച്ച് ലോകത്തിൽ ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും. എല്ലാത്തിനും മുഖ്യം നമ്മുടെ മനസ്സിൻ്റെ അടക്കമാണ്. അതുണ്ടായാൽ തന്നെ ജീവിത വിജയം സാധിക്കും. അതാണ് പറയുന്നത്, അലയും ചിത്തം അടക്കുന്നവനാണ് അറിവുള്ളവൻ. മരണം വരെ നാം അറിവ് സമ്പാദിക്കും. ജനനം മുതൽ മരണം വരെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമ്മൾ വളർത്തിക്കൊണ്ടുവരും, നമ്മൾ അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും. അത് ചിലർ പറയും, ഗ്രഹിക്കണം വന്നണയുന്നതെല്ലാം, അത് വരുന്നതെല്ലാം സന്തോഷത്തോടെ അനുഭവിക്കണം. ത്യജിക്കണം പോവതും അപ്രകാരം, പോകുന്നതെല്ലാം പോട്ടെ എന്ന് വെക്കണമെന്ന്. അതിന് രസിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുന്നതിൽ ഒരു കാര്യവുമില്ല എന്നാണ്, ജീവിത വിജയം നേടണമെങ്കിൽ ഒരു കാര്യവുമില്ല എന്നാണ് പറയുന്നത്. വിധിക്ക് നീക്കം വരികയില്ലെന്നാണ് പറയുന്നത്. വിധിവിലാസത്തെ വിശ്വസിച്ചിരിക്കാതെ നമ്മൾ സ്വതന്ത്രമായി ബുദ്ധിപൂർവ്വം പ്രയത്നിക്കണമെന്നും പറയുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്നാണ് പാട്ടിൽ പറയുന്നത്. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞ് നമ്മുടെ ഫലം ശരിയായി വന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കാതെ നമുക്ക് ചെയ്യാനുള്ളത് വീണ്ടും അടുത്ത കർമ്മം ചെയ്യുക. അതിൻ്റെ ഫലത്തെക്കുറിച്ച് കാക്ഷിക്കരുതെന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. അങ്ങനെ ഒരു ചിട്ടയായ പഠനക്രമവും
നല്ല മനോനിയന്ത്രണത്തോടുകൂടിയുള്ള ജീവിതവും സാധിച്ചാൽ നമുക്ക് പഠനത്തിൽ മികവ് പുലർത്താം, ജീവിതത്തിലും നല്ല ഉയർച്ച വരുത്താൻ സാധിക്കും.